കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താടാ മോനെ, ഇപ്പോഴും നീ അതന്നെ ചെയ്തോണ്ടിരിക്കുകയാണോ? നേരത്തെ നിന്റെ അമ്മ പറഞ്ഞതല്ലേ അവരെ ഫോൺ ചെയ്ത് ചോദിച്ചോളാൻ. കഷ്ടത്തിലാക്കാൻ വേണ്ടി വീണ്ടും വന്നു നിൽക്കുക. കാർത്തികയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തോ ഭാസ്കർ? വിളിച്ചിരുന്നു അമ്മേ. ഒരുപാട് പേര് വരുമെന്നാ അംബികാന്റി പറയുന്നേ. നിറയെ റൂം ബുക്ക് ചെയ്യേണ്ടി വരും. എത്ര പേര് വന്നാലും അത്രയും പേർക്ക് റൂം ബുക്ക് ചെയ്യണം ഭാസ്കർ. കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല. ശരി അച്ഛാ. അതേടാ മോനെ, അവർക്ക് ഹൈ ക്ലാസ് ഫാമിലിയാ. അവരുടെ ബന്ധുക്കൾ വരെ കോടീശ്വരന്മാരാ. ഒരു കുറവും വരുത്താൻ പാടില്ല. അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വാക്ക് കൊടുത്തിട്ടുണ്ടോ ഏട്ടത്തി? അയ്യോ, അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായാ നമ്മുടെ അന്തസ്സല്ലേ എടുത്തി പോകുന്നത്. സംസ്കൃതി ഈവൻസ് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ നല്ല പേരാ സുമംഗലി. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുണ്ടാവോ? അത് ശരിയാ ഏട്ടാ. അഭി കെട്ടാൻ പോകുന്ന വസുവിന്റെ സൈഡിൽ നിന്ന് എത്ര പേര് വരുമെന്നാ പറഞ്ഞേ? ഭാവനെ, വസുവിന്റെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു ഏട്ടാ. കാർത്തികയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോ വസുവിന്റെ വീട്ടിൽ നിന്ന് എത്ര പേര് വരുമെന്നാ പറഞ്ഞത്? അത് പിന്നെ എന്താ മോളെ, എന്തു പറ്റി? അവർക്ക് നീ ഫോൺ ചെയ്തോ ഇല്ലയോ? വിളിച്ചായിരുന്നു അമ്മേ. പിന്നെ പറയാത്തത് എന്താ? പറയും ഭാവനെ. അവിടുന്ന് ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല. വസുവും അമ്മയും അച്ഛനും ഉണ്ണിയും പിന്നെ വസുവിന്റെ ഒരു ഫ്രണ്ട് പിങ്കി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത്? കല്യാണത്തിന് പേരിനൊരു 10 പേര് പോലും വരില്ലെന്നാണോ പറയുന്നേ? കല്യാണ പെണ്ണിനെ കൂടി ചേർത്ത് അവർ 5 പേരാണ് വരുന്നത്. ഇത് കല്യാണാണെന്നാണോ വിചാരിച്ചേ? അതോ വല്ല പൂജ നടക്കാന്ന് വിചാരിച്ചോ? എന്താ മോളെ 5 പേര് മാത്രം വരുന്നേ? കല്യാണം നമ്മളല്ലേ നടത്തുന്നേ? അത് പിന്നെ അവർക്ക് സ്വന്തവും ബന്ധവും പറയാൻ ആരും ഇല്ല അച്ഛാ. സ്വന്തം ബന്ധമായിട്ട് ആരുമില്ലെന്നോ? എന്തു മനുഷ്യരാത്? എന്ത് കുടുംബായത്? സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ലാത്തവര് മനുഷ്യരാണോ? അല്ല, കാട്ടില് നടക്കുന്ന മൃഗങ്ങൾക്ക് വരെ ഒരു കൂട്ടമെന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. എന്താ സുമംഗലി ഇങ്ങനെ പറയുന്നേ? ഏട്ടത്തി പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്നത്തെ കാലത്ത് സ്വന്തവും ബന്ധമൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? നിനക്കൊരു മരുമകളല്ലേ വേണ്ടത്? അത് ശരിയാ. പക്ഷേ അവർക്കായിട്ട് ചില സ്വന്തവും ബന്ധമൊക്കെ വേണമല്ലോ. എന്റെ മരുമകളുടെ വീട്ടിൽ നിന്നാണെന്ന് പറയാൻ 4-5 പേരെങ്കിലും ഒക്കെ വേണമല്ലോ. അതുകൊണ്ടാ കല്യാണത്തിന് മുമ്പ് തന്നെ ഈ വശത്തുനിന്നും ആ വശത്തുനിന്നും ഒക്കെ എല്ലാം നോക്കണമെന്ന് പറയുന്നത്. നമ്മളെന്താ ചെയ്തേ? ഒന്നും നോക്കാതെ എല്ലാം തീരുമാനിച്ചു. തെറ്റായി പോയി ചെയ്തത്. ബന്ധുക്കളില്ലാത്തത് അവരുടെ തെറ്റാണോ ജയന്തി? എങ്ങനെ നോക്കിയാൽ അത് തെറ്റല്ലേ ഏട്ടാ? ആരായിരുന്നാലും സ്വന്തം ബന്ധുക്കെ കാണില്ലേ? കുറച്ച് അകന്നതാണെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും കാണില്ലേ? ഇവര് ആരുടെ കൂടെ ചേർന്ന് പോകില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ആരും ഇല്ലാത്തത്. എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? കുറഞ്ഞപക്ഷം കാല് കഴുകി വരനെ സ്വീകരിക്കാനായിട്ട് അവളുടെ അച്ഛനും അമ്മയെങ്കിലും അവിടെ വേണ്ട ഏട്ടാ. അതിനല്ലേ മൂർത്തിയും സുശീലയും ഉള്ളത്. അതവളുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയല്ലേ, അല്ലാതെ അച്ഛനും അമ്മയല്ലേ ഏട്ടാ? എന്താ അച്ഛാ, എന്തു പറ്റി? എന്താന്നോ, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് സ്വന്തവും ബന്ധവും അങ്ങനെ ആരും ഇല്ലെന്ന്. കല്യാണത്തിന് അവളെയും കൂട്ടി 5 പേരെ വരുമെന്ന്. ആ പെൺകുട്ടിക്ക് ആരുമില്ലെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണ ബന്ധം ഞാൻ വേണ്ടാന്ന് പറയുമായിരുന്നു. ഒരു കാര്യമില്ലാതെ വെറുതെ തിരക്ക് പിടിച്ചു. അതുകൊണ്ടാ എടുത്തി നല്ലോണം ആലോചിക്കണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അവിടെ ആരും കേൾക്കില്ലല്ലോ. ഇപ്പൊ നോക്ക്, മുന്നോട്ട് പോകാൻ പറ്റില്ല, പുറകോട്ടും പോകാൻ പറ്റില്ല.
അതിനിപ്പോ എന്താ പറ്റി ഇളയമ്മേ? അവർക്ക് ആരും ഇല്ലെങ്കിൽ എന്താ? നമ്മളെല്ലാരും ഉണ്ടല്ലോ. നമ്മളെന്താ അവരുടെ ബന്ധുക്കളല്ലേ? അതുകൊണ്ടല്ല അബി, കുറഞ്ഞപക്ഷം സ്വന്തം വീട്ടുകാരെങ്കിലും വേണ്ടേ? ഞങ്ങളുണ്ടല്ലോ ചേച്ചി. വസു ഞങ്ങൾക്ക് മകളെ പോലെയാ. സ്വന്തം മകളെ പോലെയല്ലേ, അല്ലാതെ സ്വന്തം മകളല്ലല്ലോ. വേണമെങ്കിൽ വസുവിനെ ഞങ്ങൾ ദത്തെടുത്തോളാം. അബിയുടെ കാല് കഴുകി അബിയെ ഞങ്ങൾ വരവേൽക്കാം. അപ്പോ വസു ഞങ്ങൾക്ക് മകളാകുമല്ലോ. ആരുമില്ലാത്തവർക്ക് ദൈവം തന്നെയാണ് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ. എല്ലാരും നമ്മളെ ആളുകളെന്ന് വിചാരിച്ചാൽ എല്ലാരും ഒരു കുടുംബമാവും. അങ്ങനെ കരുതിയില്ലെങ്കിൽ എല്ലാവരും അന്യരായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയല്ല ഏട്ടാ. പെണ്ണിന്റെ കൈ പിടിച്ചു തരുമ്പോ അവരുടെ കൂടെ ഒരു 10 പേരെങ്കിലും കാണണ്ടേട്ടാ. ഒന്ന് നിർത്ത, മതിയാക്കുന്നുണ്ടോ? നാളെയാണ് കല്യാണം. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല. ഈ വിഷയം ഇതോടെ വിട്ടേക്ക്. ആ ഭാസ്കർ, ഇപ്പൊ തന്നെ എല്ലാവർക്കും റൂം ശരിയാക്കില്ലേ? ആ ശരിയാ പോച്ചാ. ഫോൺ ചെയ്ത് ബുക്കിംഗ് കൺഫേം ചെയ്തേക്കാം. ആ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഭീ? ആന്റി എന്നെ പറഞ്ഞോളൂ. അത് വേറൊന്നുമല്ല ഏട്ടാ. സന്ധ്യയുടെ ആഭരണങ്ങൾ വസുവിന് കൊടുക്കാന്നാ വിചാരിക്കുന്നേ. സന്ധ്യയുടെ ആഭരണങ്ങള് അവൾക്കെന്തിനാ ചേച്ചി കൊടുക്കുന്നത്? ഇതെല്ലാം ഒന്ന് ഇട്ട് കാണാനായിട്ട്. സന്ധ്യ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ. ആർക്കും പ്രയോജനമില്ലാതെ ഈ ആഭരണങ്ങൾ അലമാരി ഇരിക്കുമല്ലേ. വസു ഈ ആഭരണങ്ങൾ ഇട്ടാൽ സന്ധ്യയെ കാണുന്നത് പോലെ ഇരിക്കും. വളരെ നല്ല കാര്യമാണ് മകളെ. വസുവിനെ നിങ്ങൾ മകളായിട്ട് അംഗീകരിക്കുക മാത്രമല്ല, സന്ധ്യയുടെ ആഭരണങ്ങൾ വസുവിന് കൊടുത്ത് നല്ല കാര്യം ചെയ്തിരിക്കുകയുമാണ്. എന്താ ഈ പറയുന്നത്? അവൾക്ക് അവളുടെ വീട്ടുകാരല്ലേ ആഭരണം കൊടുക്കേണ്ടത്. ഇവരെന്തിനാ കൊടുക്കുന്നത്? ചേച്ചി, വസു എന്റെ മകളാണെന്ന് ഞാൻ തന്നെയല്ലേ പറയുന്നത്. ചേച്ചിയുടെ മോൾക്കും 2 പെൺകുട്ടികളുണ്ട് ചേച്ചി. അമ്മയുടെ ആഭരണങ്ങളൊക്കെ ആ കുട്ടികൾക്ക് കിട്ടാതാക്കുവാണോ? അനുവിനും കീർത്തിക്കും വസു അമ്മ തന്നെയാ ജയന്തി. ഈ ആഭരണങ്ങൾ അവരിൽ തന്നെ എത്തിച്ചേരും ജയന്തി. എനിക്കെന്തോ ഈ ചെയ്യുന്നതൊക്കെ അനാവശ്യമാണെന്ന് തോന്നുന്നു. അമ്മേ, ഇത് സന്ധ്യക്ക് ആന്റി കൊടുത്ത ആഭരണങ്ങളാണ്. അത് ആർക്ക് കൊടുക്കണം എന്നുള്ള അവകാശവും ആന്റിക്കുണ്ട്. ഞാൻ അതിന്റെ അവകാശത്തെപ്പറ്റി അല്ല പറഞ്ഞത് ബി. അവളുടെ കാര്യത്തില് നമ്മൾ വീണ്ടും വീണ്ടും തിരക്ക് കൂട്ടുന്നുണ്ടോന്ന് തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതല്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ല ഏട്ടാ. കൊച്ചുമക്കൾക്ക് എന്നെ കൊടുക്കാം. അവൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ, പിന്നെ എന്തിനാ എന്റെ ഇഷ്ടം നോക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ ആഭരണങ്ങൾ സന്ധ്യ ഇട്ട് കണ്ടിട്ടുണ്ട്. നാളെ അത് വസു ഇട്ട് കാണാൻ പോകുന്നു. അപ്പൊ ഇവിടെ എല്ലാരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് നീയായിരിക്കും ജയന്തി. പോയിട്ട് വരാം ചേച്ചി, പോയിട്ട് വരാം അഭി. ആ ഭാസ്കർ, റൂമിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്ക്. ശരി അച്ഛാ. മോളെ ഭാവനെ, നീ നമ്മുടെ ബന്ധുക്കളെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഫോൺ ചെയ്യേ. ഭാസ്കറിന്റെ ജോലി കഴിഞ്ഞിട്ട് അവനെ കൊണ്ടും കൂടി കുറച്ചുപേരെ വിളിപ്പിക്കേ. ശരി അച്ഛാ. മോനെ അഖിൽ, നിന്റെ ഭാര്യയെ വിട്ടുനിന്ന് ഒത്തിരി പേര് വരില്ലേ? അവരുടെ കാര്യം നോക്കേണ്ടത് നീ തന്നെയാ. ശരി അച്ഛാ.
അവരെല്ലാം ഒന്നുകൂടെ ഒന്ന് വിളിച്ച് എത്ര പേര് വരുമെന്ന് ചോദിക്ക്. എത്ര പേര് വന്നാലും നമുക്ക് സൗകര്യം ഉണ്ടാക്കാം. ശരി അച്ഛാ. ആ ജയന്തി, ഞാനും കൂടെ കുറച്ചുപേരെ ഫോൺ ചെയ്തിട്ട് വരാം. എന്താ ഏട്ടത്തി നടക്കുന്നതൊക്കെ? കുരങ്ങന്മാർക്ക് പോലും കൂട്ടുണ്ട്. എന്തിനു പറയുന്നു, തെരുവ് നായ്ക്കൾക്കും കൂട്ടുണ്ട്. മനുഷ്യന്മാർക്ക് സ്വന്തക്കാര് പോലും ഇല്ലാത്തത് എങ്ങനെയാ? ഏട്ടത്തിയുടെ നല്ല മനസ്സ് കാരണം അതങ്ങ് വിട്ടു. പക്ഷെ നമ്മളെ ബന്ധുക്കൾ ചോദിക്കുമ്പോ നമ്മളെന്ത് പറയും? കാർത്തികയുടെ വീട്ടുകാരോട് എന്ത് പറയും? ഇതെന്ത് കുടുംബത്തിന്നാ പെണ്ണിനെ എടുത്തെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തില്ലേ എല്ലാവരും? ഈ കല്യാണം കാരണം മാനോ മര്യാദയും പോകുന്ന തോന്നൽ. അഖിലിനാണെങ്കിൽ ഇത് ആദ്യത്തെ കല്യാണം, ഒന്നും പ്രശ്നമല്ല. പക്ഷേ അഭിക്കിത് രണ്ടാമത്തെ കല്യാണ. തെറ്റായിട്ട് എന്തേലും നടന്നു കഴിഞ്ഞാ 2 കല്യാണം മുടങ്ങിപ്പോവില്ലേ? അവസാനം നമുക്ക് ചീത്ത പേര് മിച്ചം. അതോർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഏടത്തി. വസുവിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ധൃതി വെച്ചു. അവളുടെ കാര്യത്തിൽ ഏട്ടത്തി എന്തു പറഞ്ഞാലും വീട്ടിൽ ഏട്ടത്തിയുടെ വാക്ക് കേൾക്കാതെ ഏട്ടത്തിയെ ഒറ്റയ്ക്കാക്കല്ലേ എല്ലാവരും. അന്ന് ആ പയ്യന്റെ വിഷയത്തില് ഏട്ടത്തിയുടെ വാക്ക് ആരും കേട്ടില്ല. ഇന്ന് സ്വർണത്തിന്റെ വിഷയത്തില് ഏട്ടത്തി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. അവൾ ഈ വീട്ടിൽ വന്നു കേറാതെ തന്നെ എല്ലാവരുടെ അവളുടെ സൈഡിൽ നിന്നാ പറയുന്നേ. നാളെ ഈ വീട്ടിൽ വന്നു കേറിയ ഈ വീട്ടിലെ കൺട്രോൾ മുഴുവൻ അവള് കയ്യിലെടുക്കോ എന്തോ. എന്താ ഏട്ടത്തി, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഏട്ടത്തി മിണ്ടാതെ നിൽക്കുന്നത്? വസുവിന് സ്വന്തവും ബന്ധവും ഇല്ലാന്ന് പറഞ്ഞപ്പോ അതിന്റെ പിന്നിൽ എന്തോ പ്രശ്നം കാണുന്നായി എന്റെ സംശയം. ഷോപ്പിംഗ് മോളില് ഏതോ ഒരുത്തം വന്ന് എന്തൊക്കെയോ പറഞ്ഞു. അവൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ നമ്മളിങ്ങ് പോരുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് നാളത്തെ കല്യാണത്തില് അവരെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങള് കുത്തിപ്പൊങ്ങി വരൂന്നാ തോന്നേ. 2 കല്യാണവും ഒരു മണ്ഡപത്തിലല്ലാതെ വേറെ വേറെ നടത്തുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താന്ന് ചോദിച്ചാ, അഖിലിന്റേത് ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് ആദ്യം അവന്റെ കല്യാണം നടത്തിയിട്ട് അബിയുടെ കല്യാണം കുറച്ച് നീക്കി വെച്ചാൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ആലോചിച്ച് നോക്കിയെടുത്തി. ഇപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല ഏട്ടത്തി. നാളെയാണ് കല്യാണം. എല്ലാം ഈശ്വരനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഈ കല്യാണം നടത്താം. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ 2 പേജ് ഡയലോഗ് പറഞ്ഞിട്ട് ഒരു വരി കൊണ്ട് കരണത്തടിച്ച പോലെ ആയി പോയില്ലേ ഏടത്തി? ആന്റി, അങ്കിൾ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? നാളെ വസുവിന്റെ കല്യാണമാണ്. ഈ ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ എല്ലാവരും കാത്തിരുന്നത്. അപ്പൊ സന്തോഷായിട്ടിരിക്കണ്ടേ? എന്താ പറ്റിയേ? ഇവിടെ നിങ്ങൾ എങ്ങനെ ഇരുന്ന അതുകൊണ്ട് വസുവും വിഷമിക്കുകയല്ലേ ഉള്ളൂ. അവളുടെ അടുത്ത് നിന്ന് നിങ്ങൾ എന്താ മറിക്കുന്നുണ്ടെന്ന് അവൾക്ക് സംശയമുണ്ട്. അതൊന്നും അല്ല മോളെ. കുറച്ചു സമയം മുൻപ് അഭിമോന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. കല്യാണത്തിന് നമ്മൾ എത്ര പേര് ചെല്ലുമെന്ന് ചോദിച്ചു. നമുക്ക് ബന്ധുക്കൾ ആരുമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത് മോളെ. ഇതുകൊണ്ട് തന്നെയാ ഈ കല്യാണമൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കാരണം ബാക്കിയുള്ളവരോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്നില്ല. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? അതിനിപ്പോ എന്താ ഉണ്ടായി വസു? നിങ്ങളിപ്പോ വിഷമിക്കല്ലേ അമ്മേ? ആര് പറഞ്ഞു? നിന്റെ അച്ഛൻ പറഞ്ഞതെന്ന് നീ ധരിച്ചതും മറ്റൊന്ന്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കല്യാണത്തിന് എത്ര പേര് വരുമെന്ന് അവര് ചോദിച്ചു. ഇത്ര പേരെ ഉണ്ടാവും ഞങ്ങൾ മറുപടിയും പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെന്താ അമ്മയുടെ മുഖം വാടിയിരിക്കുന്നത്? നാളെ നീ കല്യാണം കഴിഞ്ഞ് പോയില്ലേ മോളെ? ഈ വീട് ആകെ ഉറങ്ങിപ്പോവും. അത് ആലോചിച്ചപ്പോ ഞങ്ങൾക്കൊരു വിഷമം. ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ആയാ അവള് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ നിങ്ങൾ എങ്ങനെ ആയിരിക്കും അങ്കിൾ? ഇത്രയ്ക്ക് വിഷമാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന? ഞാൻ ഇവിടെ തന്നെ സമാധാനമായിട്ട് ഇരിക്കുമല്ലോ. മോളെ, വീണ്ടും തുടങ്ങണോ നീ? നിന്റെ കഴുത്തില് എത്രയും വേഗം ഒരു താലി വീഴുന്നോ അത്രയും നല്ലത്.
അപ്പോഴേക്കിങ്ങ് വന്നല്ലോ. നമ്മൾക്കിടയിൽ അതൊക്കെ എന്തിനാ ചേച്ചി? സന്തോഷായിട്ടിരിക്കും മോളെ. ഇതാരാ ആന്റി? അഭിമോന്റെ ആദ്യ ഭാര്യയുടെ അമ്മയാ. ഓ, ഹലോ ആന്റി. എന്റെ പേര് പ്രിയങ്ക, വസുവിന്റെ ഫ്രണ്ടാ. ഓ, വരൂ, അകത്തേക്കിരിക്കാം. സാരമില്ല, ഇവിടെ തന്നെ ഇരിക്കാം. ഇരിക്കൂ. നിങ്ങളും ഇരിക്കൂ. അത് സാരമില്ല. ചേട്ടൻ വന്നില്ലേ? അദ്ദേഹം നേരെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്തിനു വന്നെന്ന് വെച്ചാൽ ഈ സ്വർണ്ണമെല്ലാം വസുവിന് കൊടുക്കാൻ വേണ്ടിയാ. എന്താ അമ്മായി ഇതൊക്കെ? നിന്റെ ചേച്ചിയുടെയാ. ഇനി മുതൽ ഇതെല്ലാം നിനക്കുള്ളതാ. ഇതെല്ലാം എനിക്ക് എന്തിനാ? ആ, നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ നീ കല്യാണം കഴിക്കാൻ പോവല്ലേ? അതിന്റെ ശിക്ഷയായിട്ട് രാത്രി സന്ധ്യ എന്റെ സ്വപ്നത്തിൽ വന്ന് അമ്മ എന്റെ സ്വർണ്ണം എല്ലാം വസുവിന് കൊടുത്തേക്കാൻ പറഞ്ഞു. എടി മോളെ, സ്വർണം തരുമ്പോൾ എന്തിനാണെന്നാണോ ചോദിക്കുന്നേ? അമ്മായിയുടെ മോളുടെ ആഭരണം. നീയും എന്റെ മകള് തന്നെയല്ലേ? സന്ധ്യയുടെ സ്ഥാനത്തേക്കാ പോകുന്നത്. സന്ധ്യയുടെ കുട്ടികൾക്ക് അമ്മയാകാൻ പോവുകയാ. അപ്പൊ അവളുടെ സ്വർണം വാങ്ങില്ലേ? വേണ്ട അമ്മായി. തെറ്റ്, അങ്ങനെ പറയാൻ പാടില്ല. ഇത് നിന്റെ അമ്മ തന്നാൽ നീ വാങ്ങില്ലേ? ഞങ്ങൾ ആഭരണങ്ങൾ വാങ്ങാന്ന് പറഞ്ഞപ്പോ അവള് വേണ്ടെന്ന് പറഞ്ഞു. എന്താ വസു, നിനക്ക് ആഭരണങ്ങൾ ഇഷ്ടമല്ലേ? ഒന്ന് വിറ്റിട്ട് എന്റെ കല്യാണത്തിന് ആഭരണം വാങ്ങിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈ സ്വർണം നിനക്ക് തരുന്നതിൽ ആർക്കും ഒരു വിഷമവും ഇല്ല. എന്തിനു പറയുന്നു, സന്ധ്യ വരെ ഇത് കണ്ട് സന്തോഷിക്കും. വാങ്ങിച്ചോ വസു, ഈ ആഭരണങ്ങളൊക്കെ ഇട്ട നല്ല ഭംഗിയായിരിക്കും. എന്തുവാടി? വാങ്ങിക്കും മോളെ. നിന്റെ സന്ധ്യ ചേച്ചി ആഭരണങ്ങൾ നൽകി മോളെ അനുഗ്രഹിക്കുകയാണെന്ന് വെച്ചോ. അതല്ല അച്ഛാ. സ്നേഹത്തോടെ തരുന്നത് വേണ്ടെന്ന് പറയരുത് വസു. നീ ഈ ആഭരണങ്ങൾ വാങ്ങിച്ചേ പറ്റൂ, അല്ലാതെ ഞാൻ പോവില്ല. എന്നെ വേറൊരാളായി കണ്ടെന്ന് ഞാൻ വിചാരിച്ചോളാം. അയ്യോ അമ്മായി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാ നീ വാങ്ങിച്ചോളൂ. നീ ഇനി ഒന്നും പറയണ്ട. നിന്നെ ഈ ആഭരണങ്ങളെല്ലാം അണിയിച്ച് ഒരു കല്യാണ പെണ്ണിനെ പോലെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും. എന്താ, ചുമ്മാ ആഭരണങ്ങൾ തന്നിട്ട് പോകുമെന്ന് വിചാരിച്ചോ? സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെയാ കല്യാണത്തിന് നിൽക്കേണ്ടത്. പക്ഷേ ഈ വീട്ടിലെ അംഗമായിട്ടാണ് കല്യാണത്തിന് പോകേണ്ടതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെയാണെന്ന് കരുതിക്കൂ. നമ്മളെല്ലാരും ഒരു കുടുംബം. എന്തു പറയുന്നു? ആവശ്യപ്പെടാതെ തന്നെ സ്വർണം കൊടുക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗമാകുന്നു. ഇനി എന്താ ഞങ്ങൾ പറയാ? വസുവിന്റെ മുന്നിൽ ദൈവമായിട്ട് വന്നവരാ നിങ്ങൾ. നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഇപ്പോൾ നമ്മളെല്ലാരും വസുവിനോടാണ് പറയേണ്ടത്. ഈ ആഭരണങ്ങൾ അണിഞ്ഞ് വസുവിനെ കാണണം. വാങ്ങിച്ചോ മോളെ? വാങ്ങിച്ചോളൂ.
സാധനങ്ങളെല്ലാം കൊണ്ടുവന്നോ? ആ, പെട്ടെന്ന് കൊണ്ടുവരൂ. ടൈം ആയില്ലേ? ഭാസ്കർ, ആ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. പറയൂ അച്ഛാ. അല്ല, റൂംസ് ഒക്കെ റെഡിയാണല്ലോ? റെഡി തന്നെ